പഴയ ഒരു പ്രതികരണം മറ്റൊന്ന് കൂടി കേൾക്കാം. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒരു കലക്കമാണ് ഇപ്പോൾ ഉള്ളത്. ആ കലക്കം മാറട്ടെ, ഈ കലക്കം തെളിയും. കലങ്ങാതെ തെളിയാൻ ഒക്കൂലല്ലോ. ഞാനിപ്പോൾ 1.5 കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ തിരുവാഭരണം കമ്മീഷനല്ലേ അതൊക്കെ നോക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിലോ കണക്കിന് തൂക്കി നടക്കുകയല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെ ഗ്രാമോ ഒന്നും ഉത്തരം പറയാൻ ഞാനില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നും തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് എങ്ങനെ വിഴുങ്ങാൻ കഴിയും അനന്തൻ? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കമ്മീഷണറുണ്ട്, തിരുവാഭരണം കമ്മീഷണറുണ്ട്, മറ്റേ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്. അപ്പോൾ ഇവരുടെ കൈകളിലൂടെയൊക്കെ തന്നെ ഓരോ ഫയലും വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ, അതായത് ഈ പറയുന്ന സ്വർണ്ണപ്പാളി ഇളക്കി അവിടെ നിന്നും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണിക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ വരുന്ന ഈ സ്പോൺസറുടെ ഉത്തരവാദിത്തം ഇതടക്കം പല ഫയലുകളായി എത്തി ഏറ്റവും ഒടുവിൽ ഇവരുടെയൊക്കെ കൈകളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പക്ഷേ കോടതിയിൽ പിടിച്ചു നിൽക്കാനായില്ല. കോടതിയിൽ എന്ന് പറയുമ്പോൾ നേരിട്ട് കോടതിയിലേക്ക് എത്തുകയല്ല, കോടതിക്ക് മുൻപാകെ വന്ന രേഖകളിന്മേൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. SITക്ക് മുൻപിൽ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം അതല്ലേ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതികരണം കേൾക്കുമ്പോൾ പ്രതീക്ഷ എന്ത് തോന്നുന്നു? കൃത്യമായൊരു മുൻകൂർ ജാമ്യമെടുപ്പല്ലേ പത്മകുമാർ നടത്തിയത്? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാൻ കഴിയുമോ എന്ന് അദ്ദേഹം അന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും തൻ്റെ തലയിലേക്ക് വരാൻ പോകുന്ന ഒരു 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 ആരോപണം അല്ലെങ്കിൽ ഒരു അന്വേഷണം അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരാനുള്ള ശ്രമമാണ് ആ ഒരു പ്രതികരണത്തിലൂടെ പത്മകുമാർ നടത്തിയതെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ പത്മകുമാറിനെ എല്ലാം അറിയാമായിരുന്നു. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ സ്വർണം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വരുത്താനാണ് അന്നത്തെ പ്രതികരണത്തിലൂടെ ശ്രമിച്ചത്. അപ്പോൾ ഇതിനകത്ത് തുടക്കം മുതൽ ഈ അന്വേഷണം കോടതി നേരിട്ട് ഏറ്റെടുത്ത് SIT തീരുമാനിച്ചപ്പോൾ മുതൽ ചങ്കിടിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ പത്മകുമാറിൻ്റെതാകാം. അതിൽ പത്മകുമാർ പറഞ്ഞതനുസരിച്ച് പെരുമാറിയ പത്മകുമാറിൻ്റെ നേട്ടത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരാണിപ്പോൾ ആഴ്ചകളോളമായി ജയിലിൽ കിടക്കുന്നത്. അവർ ജയിലിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഞങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്താണ് യഥാർത്ഥ കാര്യം എന്നുള്ളത് സ്വാഭാവികമാണ്. അനന്തൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും സ്വന്തം റൂം, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റൂം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എത്തുന്ന ആളുകൾ ആ ദേവസ്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നത പദവിയിലുള്ള ആളുകളൊക്കെയാണ് അവിടേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ. അപ്പോൾ ആ റൂം പോലും വിട്ടു നൽകുന്ന തരത്തിലുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണിത്. അപ്പോൾ ഈ ജീവനക്കാർ, അവിടെയുള്ള ജീവനക്കാർ, ഇവരെല്ലാം നൽകിയിട്ടുള്ള മൊഴി ഒരു മൊഴി മാത്രമല്ല, ഒരുപാട് മൊഴികൾ ഈ സംഘം തേടിയിരിക്കണം. അപ്പോൾ കൃത്യമായിട്ടും ആ വലയിലേക്ക് ഈ പത്മകുമാർ വന്ന് പതിക്കുകയായിരുന്നു. അതിന്റെ സാഹചര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട തെളിവുകളായിരിക്കണം അല്ലേ? പ്രജീഷ്, പത്മകുമാറിന് അടുത്ത ബന്ധം പോറ്റിയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് ചില്ലറ കണ്ടെത്തലല്ല. കാരണം പത്മകുമാറിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന കാലത്ത് ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തങ്ങുന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവിടെ ഗൂഢാലോചന നടന്നു, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ, ചർച്ചകൾ നടന്നു. മാത്രമല്ല പിന്നീട് ആ സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് വസ്തു ഇടപാടുകൾ, ഭൂമി ഇടപാടുകൾ നടത്തി എന്നുള്ള കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും SITക്കുണ്ട്. അങ്ങനെ ചില മൊഴികളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് നടത്തിയ ചില വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് കൂടി ബന്ധമുണ്ട് എന്നുള്ള മൊഴികൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇവർക്കെല്ലാം ലഭിച്ചതിനേക്കാൾ വലിയ തോതിൽ അങ്ങനെ പ്രധാനിയാണ് ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായിരിക്കുന്ന SITയുടെ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. പിന്നീടുള്ള നടപടികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.